ഹലോ, പറയൂ. ബ്രദർ ഡെസ്റ്റിനാണോ? അതെ അതെ. ഞാൻ താങ്കളുടെ വീഡിയോകൾ കാണാറുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിൽ എനിക്കൊരു സംശയം തോന്നിയത് വിളിക്കാനേ പറയൂ ചോദിക്കാനായിരുന്നു. പറയൂ പറയൂ. ബ്രദർ ഇപ്പോഴും ആർ സി തന്നെയാണെന്നല്ലേ പറഞ്ഞേ? അതെ. ഞാനൊരു ആർ സി തന്നെയാണ്. ഉം. അപ്പൊ അതില് ഈ കുർബാനയെ കുറിച്ച് എന്താ റോമ സുവിശേഷത്തില് 7-ാമത്തെ അധ്യായത്തിൽ ഹെബ്രായർ ഉം. ബലി നമ്മുടെ യേശു ചെയ്തു കഴിഞ്ഞു. അപ്പൊ പിന്നെ നമ്മുടെ ഈ കുർബാന വീണ്ടും ആവശ്യമുള്ളതാണോ? അതെ. അതെന്താ അങ്ങനെ പറയുന്നേ? 1 കൊരിന്ത്യർ 11 അധ്യായം വായിച്ചു നോക്കൂ. 11-23 പോലെ വായിച്ചാണ്. എനിക്ക് പറഞ്ഞു തന്നാ മതി. അത് എപ്പോഴും എനിക്ക് മനസ്സിലുള്ള ഒരു സംശയമായിരുന്നു. 1 കൊരിന്ത്യർ 11 അധ്യായം 23 വരുന്നത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ സുവിശേഷത്തിൽ നമ്മൾ 3 സ്ഥലത്ത് കാണുന്നുണ്ട് കർത്താവ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. നിങ്ങൾ എന്റെ ഓർമ്മയെ ആചരിക്കുമെന്ന് പറഞ്ഞിട്ട് പുതിയ ഉടമ്പടി സ്ഥാപിച്ചതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ ആചരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അപ്പസ്തോലിക പാരമ്പര്യം നമ്മളോട് പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യമാണ് കൊരിന്തോസിൽ 11 പറയുന്നത്. ഞാന് ഹെബ്രായർ വായിച്ചപ്പോ എനിക്ക് തോന്നി, അല്ല, ഹെബ്രായറിൽ പറഞ്ഞിട്ടുണ്ട് ഏകബലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, കുർബാനയിൽ ബലിയർപ്പണം എന്ന് ഉദ്ദേശിക്കുന്നത് കുർബാനയിൽ വീണ്ടും ആരെങ്കിലും ഒരാളെ കൊല്ലുകയോ എന്തെങ്കിലും ഒന്നിനെ കൊന്ന് ബലിയർപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ പൊതുവായിട്ട് പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്നും നമ്മളിലേക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നമ്മള് വീണ്ടും വീണ്ടും പുരോഹിതർ കുർബാന അർപ്പിക്കുന്നു, അപ്പൊ അതിന്റെ ആവശ്യമില്ല എന്നൊരു പ്രബോധനം അത് ഈ ഒരു കുറച്ചു കാലമായിട്ടുള്ള വന്നിട്ട് ഒരു 19-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷം വന്നൊരു പ്രബോധനമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു സാധ്യതയൊന്നുമില്ല. യേശു പറയുന്നുണ്ടല്ലോ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കുക, എന്നിട്ട് അപ്പം മുറിക്കുന്ന ശുശ്രൂഷ ആചരിക്കുക അടുത്ത വരവ് വരെ. അതന്നെയല്ലേ ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങളിപ്പോ എപ്പോഴെങ്കിലും വിശുദ്ധ കുർബാനയില് യേശുവിനെ വീണ്ടും ക്രൂശിൽ തറയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മൃഗത്തിനെ ബലിയർപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംശയം തോന്നേണ്ട കാര്യം? കാരണം അപ്പസ്തോലിക പാരമ്പര്യം അനുസരിച്ച് 1 കൊരിന്ത്യർ 11 അധ്യായം പറയുന്നു, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്, കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ച ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ ശരീരമാണ്. ഇത് വായിക്കുമ്പോൾ നമ്മൾ പശ്ചാത്തലം ഒന്ന് വെറുതെ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പസ്തലനായ പൗലോസ് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന സമയത്ത് ഇല്ല. പൗലോസ് യേശുവിന്റെ ശിഷ്യനല്ല, നേരിട്ടുള്ള സഭയെ പീഡിപ്പിച്ചവനും സഭയിൽ നിന്നും മാറി നിന്നവനുമാണ്, തികഞ്ഞൊരു യഹൂദനും ഒരു ഫരിസേയനുമാണ്. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ ഇത് വിശുദ്ധ പാരമ്പര്യം, എന്താണ് വിശുദ്ധ പാരമ്പര്യം എന്നുള്ളത് വ്യക്തമായിട്ട് അദ്ദേഹം എഴുതുകയാണ്. ഇതാണ് എനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചതും, അടുത്ത വാക്യം ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് പരമേൽപ്പിക്കുന്നതുമായ കാര്യം. അതായത് സഭയോട് പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. അപ്പൊ ആ ചെയ്യേണ്ട കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്പം മുറിക്കണം, അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതെന്റെ രക്തത്തിന്റെ പുതിയ ഉടമ്പടിയാണ്. എന്നിട്ട് പറയാ, കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കണം. നിങ്ങൾ ഒന്നിച്ചു വരുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ഇതെല്ലാം ചെയ്യണം. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടുകൂടി പോവാറുണ്ട്. അപ്പൊ ഞാനും ചോദിക്കട്ടെ, നമ്മുടെ പള്ളികളില് രൂപങ്ങൾ കുറെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കുർബാന അർപ്പിക്കുമ്പോ അത് നല്ലതായിരിക്കും? വിശുദ്ധ കുർബാനയിൽ ഏതെങ്കിലും വിഗ്രഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രാർത്ഥന നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അല്ല, പള്ളിയിൽ ഇങ്ങനെ കുറെ ഇരിക്കുന്നു, അപ്പൊ അവിടെയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നതും. വിശുദ്ധ കുർബാനയില് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് വിഗ്രഹങ്ങൾക്ക് ധൂപം അർപ്പിക്കുന്നതോ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രാർത്ഥനയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മള് കുന്തിരിക്കം വീശല്ലോ, എവിടെ? അപ്പൊ അത് കുരിശിന്റെ രൂപത്തിന്റെ മുന്നില് കുന്തിരിക്കമാക്കണു. അപ്പൊ അതൊക്കെ സാധാരണ ധൂപം വീശുന്നത് അൾത്താരയിലേക്കാണ് ധൂപം വീശുന്നത്, അതായത് ഓൾട്ടറിലേക്കാണ്. ഇരിക്കുന്നുണ്ടല്ലോ രൂപം, കുരിശിന്റെ രൂപം. പുതിയ ലോ അനുസരിച്ച്, നമ്മുടെ കാനൻ ലോ, അതുപോലെ തന്നെ ഇപ്പം ഈ കുർബാന തർക്കങ്ങളൊക്കെ വന്നല്ലോ, അതായത് അൾത്താരാഭിമുഖം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം അൾത്താരയില്, അതായത് പ്രധാന അൾത്താരയുടെ ബേമയിൽ യൂസ് ചെയ്യുന്നത് ക്രൂശിത രൂപം ഉപയോഗിക്കരുത്, സാധാ കുരിശ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് കുരിശ് ക്രിസ്തുവിന്റെ ബലിപീഠത്തെ കാണിക്കുന്നതാണ്.
അതിനെ ധൂപം വീശാൻ പാടുള്ളൂ. അല്ലാതെ വേറെ രൂപമുള്ള സംഭവം ഉപയോഗിക്കരുതെന്ന് കൃത്യമായ നിയമമുണ്ട്. ഇത് ജനം അംഗീകരിക്കാത്തതാ. അല്ലാതെ ബൈബിളിലുണ്ടോ അങ്ങനെ? ഏത്? കുരിശ് വെക്കണം അങ്ങനെ ഒന്നുമില്ലല്ലോ. കുരിശ് വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം അതിന്റെ സെൻസ് സിസ്റ്റർ അല്ല ചോദിച്ചത്, ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത്. അതെ, എനിക്ക് ബൈബിളിനെ കുറിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് വിവരമില്ല. എന്നാലും വായിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ വന്നു പോവാണ്. അത് മനസ്സിലായി. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ബ്രദറിന്റെ ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരാളെങ്കിലും തിരിച്ചറിയണ്ടല്ലോ. അതൊക്കെ ഞാൻ പറയുന്നത്, സിസ്റ്റർ ആദ്യം ചോദിച്ച ചോദ്യം ധൂപം വീശുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നു ധൂപം വീശണം എന്ന സഭയുടെ പ്രബോധനം ഇതാണ്. ധൂപം വീശുന്നത് ഒറ്റ കാര്യത്തേ ഉള്ളൂ, അതായത് ബലിപീഠത്തെ മാത്രം ധൂപം വീശുക. അതിന്റെ ഓർമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ധൂപം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനയെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്ന ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ധൂപം. അപ്പൊ അത് പ്രതീകാത്മകമായി സഭ ചെയ്യുന്നതാണ്. അതായത് ജനത്തിന്റെയും പുരോഹിതന്റെയും ജനത്തിന്റെയും സകലരുടെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക്, യാചനകളും പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു. ഈ പുക ഉയരുന്നത് പോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ധൂപം വീശുക. അതാകട്ടെ എങ്ങനെ ചെയ്യണമെന്നാണ് സഭ കൽപ്പിച്ചിരിക്കുന്നത്. അതായത് തൂങ്ങപ്പെട്ട രൂപം പാടില്ല, വെറും കുരിശ്, അതായത് തമാശയ്ക്ക് പറയില്ല ക്ലാവർ കുരിശ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ കുരിശ് മാത്രമേ സ്ഥാപിക്കാൻ പാടുള്ളൂ, സ്ലീവ കുരിശ് മാത്രമേ സ്ഥാപിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായ നിയമമുണ്ട്, അല്ലെങ്കിൽ രീതിയുണ്ട്. പക്ഷെ ജനം അത് അംഗീകരിക്കുന്നില്ല. ജനം പലപ്പോഴും അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, തൂങ്ങപ്പെട്ട രൂപമൊക്കെ വെക്കുന്നുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സംഭവം പ്രാക്ടിക്കൽ സൈഡിൽ അങ്ങനെ തെറ്റ് നടക്കുന്നുണ്ട്. ശരിയാണോ എന്നാ ചോദിച്ചത്. ഓക്കെ, നമ്മളുടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ചിന്തകളെ, ഹൃദയത്തെ, ആത്മാവിനെ, നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ലക്ഷ്യത്തെയൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന്. കർത്താവ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. നിങ്ങളെ ഓർമ്മയെ ആചരിക്കണമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് ഞാൻ വരുന്നത് വരെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്മർദ്ദം മൂലം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു സംഭവമാണത്. അങ്ങനെ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നമ്മളുടെ കാര്യത്തിൽ, അതായത് ഇപ്പൊ ഞാനിപ്പോ അല്ലെങ്കിൽ സിസ്റ്റർ ഒരു വിശ്വാസി അവിടെ നിന്നിട്ട് എങ്ങനെയാണോ ദൈവത്തെ കാണുകയും ദൈവത്തെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത്, അവന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇത് അച്ഛൻ ആശീർവദിക്കുമ്പോൾ ആ അപ്പത്തിലോ ശരീരത്തിലോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നതായിട്ടല്ല സഭ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതിന്റെ മേലിറങ്ങുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഈ അപ്പത്തിന്റെ മേലും ഈ വീഞ്ഞിന്റെ മേലും ഇറങ്ങി നമ്മളുടെ വിശ്വാസത്താലാണ് അത് ശരീരവും രക്തവുമായി മാറുന്നത്. അതാ പൗലോസ് അപ്പോസ്തലൻ ആ ലേഖനത്തിൽ തന്നെ 1 കൊരിന്ത്യർ 11 തന്നെ പറഞ്ഞിരിക്കുന്ന, ആരെങ്കിലും അയോഗ്യതയോട് ഭക്ഷിച്ചാൽ ഈ അപ്പം ഭക്ഷിക്കുക, പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുക എന്ന് വെച്ചാൽ അപ്പോഴും പാത്രത്തിൽ നിന്ന് പാനവും അപ്പം തന്നെയാണ് ഭക്ഷിക്കുന്നത്. പക്ഷെ അയോഗ്യതയോട് ഭക്ഷിച്ചാൽ അത് അവന്റെ ശിക്ഷാവിധിയാവും. അപ്പൊ അവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. കാരണം പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാകും അത്. അതുകൊണ്ട് അവൻ ശിക്ഷാവിധിക്ക് അർഹനാവും. ഒന്നെങ്കിൽ അവൻ ബലഹീനനാവും, അല്ലെങ്കിൽ രോഗിയാവും, അല്ലെങ്കിൽ മരിക്കും. ഈ 3 കാര്യത്തിൽ എന്തെങ്കിലും സംഭവിക്കും. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. നിരന്തരമായി ഇങ്ങനെ അയോഗ്യതയോട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ ബലഹീനനാകും. രണ്ടാമത്തെ സ്റ്റെപ്പ്, എന്നിട്ട് അവൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവൻ രോഗിയാവും, എന്നിട്ട് അവൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവൻ മരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് അവിടെ നടക്കണമെങ്കിൽ ഈ ശരീരത്തിലും ഈ അപ്പത്തിലും ശരീരമാകുകയോ അല്ലെങ്കിൽ വീഞ്ഞ് രക്തമാവുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ വിശ്വാസത്താൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് വിശ്വാസമില്ലാതെ പോയി ചെയ്യുന്നവനാണ് ഈ പ്രശ്നം വരുന്നത്. അത് നമ്മുടെ വിശ്വാസത്തെ പ്രതിയാണ് നടക്കുന്നത്. വിശുദ്ധ കുർബാനയിലോ പ്രാർത്ഥനകളിലോ സഭ പഠിപ്പിക്കുന്ന പ്രബോധനപരമായ രീതികളിലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിഗ്രഹാരാധനയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. സഭയുടെ പുതിയ പ്രബോധനം അനുസരിച്ച്, പുതിയതല്ല, പണ്ട് തുടങ്ങിയുള്ള പ്രബോധനം, ഇന്നത് കൂടുതൽ എടുത്തു കാണിക്കുന്ന പ്രബോധനം അനുസരിച്ച് പ്രധാനപ്പെട്ട അൾത്താരയിൽ ഒരൊറ്റ വിഗ്രഹം പോലും പാടില്ല എന്നാണ്. പ്രധാന അൾത്താരയിലോ ബലിപീഠത്തിലോ ഒരു രൂപമോ ഒരു സംഭവമോ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പുറത്തായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോ താമസിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മളായിരിക്കുന്ന ദേവാലയങ്ങളിൽ ചിലപ്പം അതിന്റെ സൈഡിലുണ്ടാകാം, അതിന്റെ ഫ്രണ്ടിലുണ്ടാകാം, അതിന്റെ ബാക്കിലുണ്ടാകാം. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഇത് സ്വീകരിക്കുന്നത് ആ അച്ഛന്റെ യോഗ്യതയിലല്ല, ആ നിൽക്കുന്ന പുരോഹിതൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ടുള്ളൊരു മേന്മ കൊണ്ടല്ല, ആ പുരോഹിതനിൽ നിന്നും വരുന്നല്ല, കൃപയാൽ എന്റെ വിശ്വാസത്താലാണ് ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. പള്ളികളില് ഇതുമാതിരി രൂപങ്ങൾ കൊണ്ടുവച്ചിട്ട് അതുമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നോവേന ചെല്ലലും വിശ്വാസികൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു തിന്മര ശക്തി അവിടെ ഉണ്ടാവില്ലേ? അത് തിന്മ തന്നെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പരസ്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അത് തിന്മ തന്നെയാണ്, എന്താ വെച്ചാൽ ഒരു മാറ്റം അല്ല. അപ്പൊ ആ ശക്തികൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ എന്നാ ഞാൻ ചോദിച്ചത്. ഏത് ശക്തികളാണ്?
അതായത് രൂപങ്ങൾ വെച്ചു, നമ്മൾ അതിനെ യേശു ഉള്ളിടത്ത് പിശാച് ഉണ്ടാവോ? രൂപങ്ങൾ യേശു ഉള്ളിടത്ത് പിശാച് ഉണ്ടാവോ? ഇല്ല. അതില്ലാത്ത യേശു ദൈവമല്ലേ? അപ്പൊ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് പിശാച് വരുന്നതായിട്ട് ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? അതുണ്ട്. സ്വർഗീയടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെ കുറിച്ച് ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? അതെന്തിനെ സൂചിപ്പിക്കുന്ന? എഫേസ്യ ലേഖനത്തില് സ്വർഗീയടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ എന്നൊരു വാക്യം എന്തിനാ ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പൊ പള്ളിയിൽ വെക്കുന്നത് ഇപ്പൊ ശരി തെറ്റാണ്? അല്ല, ശരിയോ തെറ്റോ? തെറ്റാണ്. രൂപങ്ങൾ വെക്കുന്നത് തെറ്റാണെന്ന് അത് ഞാൻ അംഗീകരിച്ചല്ലോ. ഞാനത് പരസ്യമായിട്ട് പറയുന്ന ആളാണല്ലോ. ഞാൻ പറയുന്ന ആ രൂപം ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവിടെ പോകാൻ പാടില്ലെന്നോ എനിക്ക് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നോ എനിക്ക് യേശുവിനോട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചിന്താഗതിയോടാണ് ഞാൻ ചോദിക്കുന്നത്. യേശു ഇരിക്കുന്നിടത്ത് പിശാച് വന്ന് പരീക്ഷിക്കുന്നത് നമ്മൾ ബൈബിളിൽ കാണുന്നു. സ്വർഗീയടങ്ങളിൽ പോലും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, അതായത് സഭയുടെ അകത്ത്. സ്വർഗീയടം എന്ന് ഉദ്ദേശിക്കുന്ന സഭയാണ്. നമ്മള് വെറും മനുഷ്യര്. അപ്പൊ നമ്മളിൽ കുറെ തിന്മകൾ ഉണ്ടാവുമല്ലോ. ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ തിന്മയുടെ ശക്തി ബാധിക്കുമോന്ന് ഞാൻ ചോദിച്ചു. ആ തിന്മയുടെ ശക്തിക്കെതിരെ പോരാടാനല്ലേ കർത്താവ് കൃപ തന്നിരിക്കുന്നേ, പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നേ, സഹായകനെ തന്നിരിക്കുന്നേ. പക്ഷെ ആരും അത് ചെയ്യണില്ല. കുർബാന കാണാൻ പോയി മേടിക്കുക. അത് ശരിയാണ്. അത് പ്രാക്ടിക്കൽ സൈഡിലൂടെ തെറ്റായിട്ട് നടക്കുന്നത്. പക്ഷെ ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പും ആത്മശോധന ചെയ്ത് ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്തു പോവുകയാണെങ്കിൽ പിതാവിന്റെ സന്നിധിയിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, ഒരു മധ്യസ്ഥൻ, കർത്താവായ യേശു ക്രിസ്തു ഉണ്ടെന്ന ബോധ്യത്തിൽ അവിടുന്ന് സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും കഴുകുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് പറയുന്ന കാര്യങ്ങളാണത്. അപ്പൊ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിച്ച് വിശുദ്ധിയോടുകൂടി സ്വീകരിക്കണം. കുമ്പസാരത്തിനെ പറ്റിയിട്ട് ഇത് കഴിഞ്ഞോ? ഈ ഡൗട്ട് കഴിഞ്ഞോ? വിശുദ്ധ കുർബാനയുടെ ഡൗട്ട് അതായത് ഇപ്പൊ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകാൻ പറ്റുമോ? ഞാൻ നോക്കാം. എനിക്കത് ഈ രൂപങ്ങളൊക്കെ ഇരിക്കുന്നതിന് എനിക്ക് എന്തോ ഭയങ്കര അസ്വസ്ഥത. രൂപങ്ങൾ ഇരിക്കുന്നിടത്ത് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെട്ടു. അവിടെ നിങ്ങളിൽ ക്രിസ്തു ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. ദൈവവചനം പറയുന്ന ഒരു വാക്യം ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ ശക്തനാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ, ആ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനേയും ഭയക്കുന്നത്? ഒരു വിഗ്രഹത്തെയാണ് പേടിക്കുന്നത്. അതല്ല, ഞാൻ എന്നും പള്ളി പോയിരുന്ന. പിന്നെ ഈ കുർബാന കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോ മറ്റുള്ളവരുടെ കേൾക്കേണ്ട ആവശ്യമില്ല. എന്നാലും അവിടുന്ന് ഈ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ആ പടി ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇതും തുടങ്ങും ഓരോരുത്തർ ഇങ്ങനെ കുറ്റം പറയില്ല. അതൊക്കെ കേട്ട് ഞാൻ പിന്നാക്കം നീങ്ങിയതാണ്. നമ്മൾ ക്രിസ്തുവിനെ നോക്കണ്ടേ? ക്രിസ്ത്യാനിയെ നോക്കി ഒരാൾ ഇന്നുവരെ ക്രിസ്ത്യാനി ആയിട്ടില്ല. ലോകത്ത് ആരെങ്കിലും ക്രിസ്ത്യാനിയെ കണ്ടുകൊണ്ട് ക്രിസ്ത്യാനി ആയിട്ടുണ്ടോ? ക്രിസ്തുവിനെ നോക്കിയാൽ നമുക്ക് ക്രിസ്തീയത മനസ്സിലാവും. ഇവിടുത്തെ പ്രശ്നം നമ്മളെല്ലാവരും നോക്കുന്നത് ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയെ നോക്കിയാൽ ഒരു ആഘോഷം മാത്രമേ ഉള്ളൂ. കത്തോലിക്കിനെ നോക്കി കഴിഞ്ഞാൽ ക്രിസ്മസ്, ഈസ്റ്റർ, പെരുന്നാള്, വഴിപാട്, വെടി, ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് അപ്പുറത്തോട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. ക്രിസ്ത്യാനിയെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഘോഷങ്ങളേ ഉള്ളൂ ഇന്ന്. അപ്പൊ ക്രിസ്ത്യാനിയെ അല്ല നോക്കണ്ട, ക്രിസ്തുവിലേക്കാണ് നമ്മൾ നോക്കണ്ടേ. അപ്പൊ നമ്മളുടെ എയിമും മാറി, നമ്മളുടെ നോട്ടവും മാറി. ഇതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ വരുമ്പോ നമ്മളെ പിന്മാറ്റാൻ പിശാചിന് ഈസി ആയിട്ട് സാധിക്കും. ദൈവവചനം നമ്മളോട് ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ കൂട്ടായ്മയെ നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മകൾ നിങ്ങൾ ഒഴിവാക്കരുത്. ഏതാണ് ശരിയോ തെറ്റോ? വിശുദ്ധ കുർബാനയെ കുറിച്ച് അവരുടെ പ്രബോധനം തീർച്ചയായും തെറ്റ് തന്നെയാണ്. അവരുടെ പ്രബോധനം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ്. അവർക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ഗ്രാഹ്യമില്ല, അറിവില്ലായ്മയാണ് അവരെ നയിക്കുന്നത് ആ കാര്യത്തില്. എന്തായിരുന്നു എനിക്ക് ഭയങ്കര സംശയം. അതുകൊണ്ട് വിളിച്ച കുറെ ദിവസമായി ഞാൻ ട്രൈ ചെയ്യണു വിളിക്കാനായിട്ട്. ഈ വിഗ്രഹങ്ങൾ ഇരിക്കുന്ന ദേവാലയം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ, ഇപ്പം ജെറുസലേം ദേവാലയത്തെ നോക്കിയിട്ട് യേശു പറയുന്നത് എന്റെ പിതാവിന്റെ ആലയം, പ്രാർത്ഥനാലയം. പക്ഷെ അവിടെ കച്ചവടക്കാർ ഇരിക്കുക, അത് കച്ചവടം ചെയ്യുക. അവരവിടെ നിന്നിട്ട് ആടുകളെയും മാടുകളെയും എല്ലാത്തിനെയും കച്ചവടം ചെയ്യുക. അപ്പൊ അതിനെ കണ്ടിട്ട് പേടിച്ചോടിയ ക്രിസ്തുവിനെ അല്ല നമ്മൾ കാണുന്നത്. പകരം അതിനെ ആട്ടി ഓടിക്കാൻ ധൈര്യത്തോടെ ഇറങ്ങി വന്ന ഇതെന്റെ പിതാവിന്റെ ആലയം, പിതാവിന്റെ ആലയത്തെ പറ്റിയിട്ടുള്ള തീഷ്ണത എന്നെ ജ്വലിപ്പിക്കുന്നു. അപ്പൊ എന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ഏത് ആലയത്തിൽ വിഗ്രഹം ഇരുന്നാലും എന്തിരുന്നാലും അതിനെതിരെ പോരാടാനുള്ളൊരു ശക്തി നമുക്ക് വേണം. എന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ എന്റെ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തുള്ളവനേക്കാൾ ശക്തനാണ്. അപ്പൊ അവൻ എന്നെ ഒന്നും ചെയ്യാനില്ല. ആ വിഗ്രഹം എന്നെ വന്നിട്ട് ഒന്നും ചെയ്യില്ല. ഞാൻ എന്റെ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, കൃപയാലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ യാതൊരു പുരോഹിതന്റെയും പവറിലല്ല,
ഒന്നിന്റെയും പവറിലല്ല. സഭ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് നമ്മൾ ശരിക്കും പറഞ്ഞ പൗരോഹിത്യ സഭ എന്ന് അറിയപ്പെടുന്നതിന്റെ കാരണം വിശ്വാസ സമൂഹവും ശുശ്രൂഷ പൗരോഹിത്യവും എല്ലാം കൂടി ഒരുമിച്ചാണ്. നമ്മളും പുരോഹിതരാണ്. രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് നമ്മളെല്ലാവരും. ഈ ബോധ്യമില്ലാത്ത ക്രിസ്ത്യാനിയാണ് പുരോഹിതൻ എന്തോ ഹയർ കാറ്റഗറിയും നമ്മളെന്തോ താഴ്ന്ന കാറ്റഗറിയും എന്ന് ചിന്തിക്കുന്ന ഇടത്താണ് നമ്മുടെ വിശ്വാസം തകർന്നു പോകുന്നത്. അപ്പൊ അതിനെതിരെയാണ് എന്റെ യുദ്ധം. അപ്പോ അവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത്. യുദ്ധത്തിനെല്ലാ സപ്പോർട്ടും വളരെ നല്ലതാണ്. ഞാനും കുറെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ബ്രദറിൽ കൂടെ കേൾക്കാറുള്ളത്. വേറെന്തായിരുന്നു ചോദിച്ചത്? എന്ത് കാര്യം ചോദിച്ചില്ല? കുമ്പസാരം മറന്നുപോയി. കുമ്പസാരം. ഓക്കെ. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ബൈബിള് ഞാന് തുടർച്ചയായിട്ടല്ല, എനിക്ക് കുറച്ചു നേരം ഇങ്ങനെ പ്രാർത്ഥിക്കും, അപ്പൊ നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് ഇരുന്ന് വായിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. മുന്നൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പാപം ഏറ്റു പറയണം എന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമാണ്. പാപം ഏറ്റു പറയുക, ദൈവസന്നിധിയിലോ പാപങ്ങൾ ഏറ്റു പറയുക, പിതാവിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുക. അപ്പൊ പാപം ഏറ്റു പറയുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അപ്പൊ നമ്മള് പൊതുവെ ദൈവസന്നിധിയിൽ നമ്മൾ പാപം ഏറ്റു പറയണം. ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. ഓരോ ദിവസവും അനുദിനം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. വചനം പറയുന്നുണ്ട്, നിങ്ങൾ കോപിച്ചു കൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. സൂര്യാസ്തമയത്തിന് മുൻപ് നിങ്ങളത് മാറ്റുക. കാരണം സൂര്യാസ്തമയം എന്ന് പറയുന്നത് ഉദയസൂര്യനായ ക്രിസ്തു നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുന്നതിന് മുമ്പ്, ക്രിസ്തുവിന്റെ പ്രകാശം നിങ്ങളിൽ ഇല്ലാതെ ഇരുട്ടായി പോകുന്നതിന് മുമ്പ് നിങ്ങൾ തിരിച്ചു വന്നോണം. അപ്പൊ അത് രാത്രി 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നതെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പകരം കോപം നീണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ വിദ്വേഷം വരും, വെറുപ്പ് വരും, വൈരാഗ്യം വരും. അത് നിന്നെ അന്ധകാരത്തിലേക്ക് നയിക്കും. അങ്ങനെ അന്ധകാരം നിന്നിൽ വരാതെ പ്രകാശത്തിലായിരിക്കുമ്പോഴേ നീ തിരിച്ചു വരിക. തെറ്റുപറ്റി വീണുപോയി, ഒക്കെ സ്വാഭാവികമാണ്. അപ്പൊ ആ വീണുപോയി കഴിഞ്ഞാൽ അത് ദൈവസന്നിധിയിൽ ഏറ്റു പറയണം എന്ന് തന്നെയാണ് വചനം പറയുന്നത്. ഇനി അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിനെ കുറിച്ച് യാക്കോബിന്റെ ലേഖനം, നമ്മൾ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ലേഖനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സഭയുടെ നടത്തിപ്പിനെ കുറിച്ചാണ്. പൊതുവെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത് സഭ എങ്ങനെ പോയി, എങ്ങനെയായിരുന്നു അതിന്റെ പ്രോസസ്സിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ലേഖനങ്ങളിൽ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണ്. അപ്പൊ പരസ്പരം പാപം ഏറ്റുപറയുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് യാക്കോബിന്റെ ലേഖനം നമ്മളോട് പറയുന്നുണ്ട്. മറ്റുള്ള സഭകളിലൊന്നും ഈ കുമ്പസാരം അധികമില്ലയോ? കുമ്പസാരം ഏത് സഭയിലില്ലാത്തത്? സുറായിക്കാരിലൊന്നും അങ്ങനെയില്ല. സഭകളിലുണ്ട്, അപ്പസ്തോലിക സഭകളിലെല്ലാം ഉണ്ട്. അതിന്റെ രീതികൾ, പ്രാക്ടിക്കൽ സൈഡുകൾ വ്യത്യാസമുണ്ടെന്നുള്ളൂ. ഇപ്പൊ യാക്കോബായ സഭയില് നമ്മളിപ്പോ കുമ്പസാരം ഉണ്ട്. ആ കുമ്പസാരം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇന്ന് കാണുന്ന പോലെ മറ്റേ കുനുകുനു ഒട്ടേക്കടെ കുശുകുശി പറയുന്ന ഒരു സംഭവമല്ല. അവിടെ നമ്മൾ കുർബാനയ്ക്ക് മുൻപ് നേരത്തെ ചെന്നിരുന്ന് പാപങ്ങൾ ക്രമമായി ഓർത്ത് ദൈവസന്നിധിയിൽ പാപം ഏറ്റു പറഞ്ഞ് പുരോഹിതന്റെ കയ്യിൽ നിന്നും കൈവെപ്പ് വാങ്ങി അതിന്റെ പൂർത്തീകരണം നടത്തണം എന്നുള്ളതാണ് യാക്കോബായ സഭയുടെ, ഓർത്തഡോക്സ് സഭയുടെ ഒക്കെ പ്രബോധനം. അപ്പൊ ഏതോ ഭാഗം എനിക്കറിയില്ല. ഒരു വചനം വായിച്ച പാപമുള്ളവൻ പാപമില്ലാത്തവനോട് ഏറ്റു പറയട്ടെ, അങ്ങനെയില്ലേ? അപ്പൊ എല്ലാ മനുഷ്യരും പാപമുള്ളവരല്ലേ? അതെ. അപ്പൊ അവരോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഈ വചനം എന്താ പറയുന്നത്? നിങ്ങൾ പരസ്പരം പാപം ഏറ്റു പറയാൻ പറഞ്ഞ എന്തിനാ? യാക്കോബിന്റെ ലേഖനത്തില് ആരെങ്കിലും പാപമില്ലാത്തവനായിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ആശയം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ, പാപമുള്ളവൻ പാപമില്ലാത്തവനോട് ഏറ്റു പറയട്ടെ എന്ന് പറയുന്നത് പാപമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ലാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് യാക്കോബിന്റെ ലേഖനത്തില് അത് കൃത്യമായിട്ട് പറയുകയാണ്. അതിന് തൊട്ടു മുമ്പുള്ള വാക്യം വായിച്ചാൽ, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കണം, അവൻ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പൊ ശ്രേഷ്ഠനോട് വെച്ചിട്ടാണ് താഴോട്ട് പറയുന്നത് പരസ്പരം പാപങ്ങൾ ഏറ്റു പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. ആദിമസഭയിൽ പരസ്പരം ഉച്ചത്തിൽ പാപങ്ങൾ ഏറ്റുപറയുകയും സഭ ഒന്നായി ആ പാപത്തിന് വേണ്ടിയിട്ട്, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നതായിട്ട് തെളിവുകളുണ്ട്. ഡിഡാക്കയിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ സഭയുടെ മുന്നോട്ടുള്ള നടത്തിപ്പിൽ ഇത് പ്രായോഗികമായി മുന്നോട്ട് പോകാത്ത രീതിയായി. കാരണം ഇന്നിപ്പോ പരസ്യമായ പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും? മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണ്ടേ? നമ്മള് രഹസ്യത്തിൽ ചെയ്ത പാപമൊക്കെ പരസ്യത്തിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പുരോഹിതന്മാര് പറയില്ലല്ലോ. അല്ല, അതന്നെയാണ് നമ്മള് ഇങ്ങനെ. ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്കിപ്പോ ദൈവത്തോട് പാപം ഏറ്റു പറയാൻ പറ്റും, ഞാൻ ദൈവത്തോട് ഏറ്റു പറയും. പക്ഷെ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ തന്നെ ഞാനൊരു മനുഷ്യനോട് ഏറ്റു പറയുക എന്ന് പറയുന്നത് അതത്ര ഈസിയുള്ള കാര്യമല്ല. കാരണം എന്റെ ഫിസിക്കൽ പ്രൈഡ് ഉണ്ട്, ഞാൻ എന്ന ഭാവമുണ്ട്, നമുക്കൊരു അഹങ്കാരം ഉണ്ടാവും പൊതുവെ.
അപ്പൊ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു എന്നൊരു വ്യക്തിയോട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുക അത് അത്ര ഈസിയുള്ള കാര്യമല്ല. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോ, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഭർത്താക്കന്മാരാകട്ടെ, ഭാര്യമാരാകട്ടെ, സഹോദരങ്ങളാകട്ടെ, അപ്പനും അമ്മയാകട്ടെ, നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒറ്റ സെക്കൻഡിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതിനെ ന്യായീകരിക്കാറേ ഉള്ളൂ. ഇവിടെ ഒരു വ്യക്തി, നമ്മളിപ്പം സാധാരണഗതിയിൽ പണ്ട് തുടങ്ങി കാണുന്ന ആൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈശോ മിശിഹായ്ക്ക്, അല്ലാതെ അതിന്റെ മോന്ത കണ്ടിട്ടല്ല. അല്ലെ, പൊക്കെ കണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കടിച്ചു കയറാൻ നിൽക്കുന്നവരോട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പക്ഷെ നമ്മൾ അവരുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടിട്ടാണ് പറയുന്നത്. അപ്പം ഒരു പുരോഹിതന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലാണ് പൊതുവെ സഭ ഈ കുമ്പസാരം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു കൂദാശ നടത്തുന്നത്. അപ്പൊ ഞാൻ ഏറ്റു പറയുന്നുണ്ടെങ്കിൽ സത്യത്തില് ഇപ്പൊ കുമ്പസാരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, വിശുദ്ധരായിട്ടുള്ള ഒരുപാട് പുരോഹിതരുണ്ട്, കുമ്പസാര രഹസ്യങ്ങൾ പുറത്താക്കുന്ന പുരോഹിതരുണ്ട്, ഇല്ലാന്നൊന്നുമല്ല. അത് ചൂഷണം ചെയ്യുന്നവരും ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പരിധിവരെ ഒരു പരിധിവരെ വിശ്വാസ സമൂഹത്തിന്റെ ഒരു 90% ഈ പറയുന്ന കുമ്പസാരങ്ങൾ ചിലപ്പോൾ പലരും ഓർക്കുന്നില്ല, അല്ലെങ്കിൽ കുമ്പസാര രഹസ്യങ്ങൾ അവരത് ദൈവസന്നിധിയിൽ തന്നെ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ഒരു ഫിസിക്കൽ പ്രൈഡ് ഒന്നും ഇല്ലാതെയാകുക, ഞാനെന്ന ഭാവം, കുറച്ച് അഹങ്കാരമൊക്കെ കുറച്ച് കുറഞ്ഞ് നമ്മളൊരു വ്യക്തിയോട് ഞാൻ ഇന്ന പാവം ചെയ്തു, അതൊന്നും ഇലാബറേറ്റ് ചെയ്ത് പറയുന്നതും വേണ്ടെന്ന്. നിങ്ങൾ പറയുമ്പം കഥയും സംവിധാനവും ഇതൊന്നും പറയണ്ട, അതിന്റെ ഡ്രാമാറ്റിക്കലായിട്ട് എന്റെ സാഹചര്യം ഒന്നും ഒരുക്കണ്ട, ഞാൻ ഇന്ന പാപം ചെയ്തു അത്രയും പറഞ്ഞാൽ മതി. കർത്താവിന്റെ സന്നിധിയിൽ അതൊരു മനുഷ്യനോട് ഏറ്റു പറയുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല പൊതുവെ പൊതുസമൂഹത്തിന്. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് സഭയിൽ കാണുന്നത്. ഞാനിതിന് രണ്ടിനോടും താല്പര്യമാണ്. അതായത് നിങ്ങൾ നേരിട്ട് കർത്താവിനോട് ഏറ്റു പറയുകയോ ഒരു പുരോഹിതനോട് ഏറ്റു പറയുകയോ, ഇത് രണ്ടിനോടും എനിക്ക് വിരോധമില്ല. കാരണം ദൈവവചനം അതിന് രണ്ടിനും സാക്ഷ്യമുണ്ട്. നേരിട്ട് ദൈവസന്നിധിയിലെ പാപങ്ങൾ ഏറ്റുപറയുന്നതിനും വ്യക്തികളോട് പാപം ഏറ്റുപറയുന്നതിനും വചനത്തിൽ തെളിവുകളുണ്ട്. മാത്രമല്ല അതിന്റെ പ്രാക്ടിക്കൽ സൈഡിൽ ചില കാര്യങ്ങൾ ഗുണമുണ്ട്. നമ്മളൊരു വ്യക്തിയോട് പാപം ഏറ്റുപറയുമ്പോൾ ഞാൻ എന്നെ തന്നെ താഴ്ത്തി, ഞാൻ പാപിയാണെന്നും തെറ്റുകാരനാണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് തന്നെ കിട്ടുകയും ചെയ്യുന്ന ഒരു രീതി അതിനകത്തുള്ളത് കൊണ്ട് ഞാൻ ഇത് രണ്ടിനോടും താല്പര്യപ്പെടുന്നു. മാത്രമല്ല നമ്മുടെ കൊറോണ സമയത്ത് സഭ തന്നെ അത് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവസന്നിധിയിൽ നേരിട്ട് പാപം ഏറ്റു പറഞ്ഞാൽ മതി. കാരണം കൊറോണ ടൈമിൽ പുരോഹിതരെ കിട്ടില്ലായിരുന്നല്ലോ സംസാരിക്കാനായിട്ട്. അപ്പൊ സഭ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തോട് നേരിട്ട് ഏറ്റു പറഞ്ഞാൽ മതി. അപ്പൊ ആ ഒരു 4-6 മാസത്തേക്ക് മാത്രം വേറൊരു നിയമവും 6 മാസം കഴിയുമ്പോൾ മറ്റൊരു നിയമവും ഒന്നും സഭയ്ക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് സത്യത്തില് സഭ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കൊറോണ കഴിഞ്ഞപ്പോ ഇനി നിങ്ങൾ നേരിട്ട് സംസാരിച്ച സംഭവത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇത് രണ്ടിനോടും എനിക്ക് ഒരു സമവായമാണ്, രണ്ടും തെറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അതിനടിസ്ഥാനം വചനത്തിലുണ്ട്, പാരമ്പര്യത്തിലുണ്ട്, ചരിത്രപരമായിട്ട് നമുക്ക് അതിന്റെ രേഖകൾ ഉള്ളതുകൊണ്ടാണ് ഈ രണ്ടിനോടും നമുക്ക് ഒരു സമദൂരം നമ്മൾ മുന്നോട്ട് പോകുന്നത്. മനസ്സിലായിട്ടോ? ഇതിനെ കുറിച്ച് ഇനി നല്ല നല്ല വീഡിയോ. ദൈവം അനുഗ്രഹിക്കട്ടെ.